ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലേ നീ നെടുവീർപ്പു പോലും ആസസ്മിതമാം നിദ്രയെ തൊടല്ലേ ചിറകാർന്നു നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും തൊടല്ലേ ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലേ നീ. നെഞ്ചിലാനന്ദ നിറതി വെണ്ണിലവാഴിയാകവേ തളിരിളം ചുണ്ടിലാകെ ഞാൻ അമൃതമായി ചുരന്നുപോൽ മിഴിയിൽ വരും നിലവിളിവൾ എരിയും സദാ മെഴുതിരിയായി ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലേ നീ. നിൻമിഴി പൂക്കൾ മന്ദമായി ചിന്നിയോമനെ നോക്കവേ പുലരിയിരിയുന്ന വേനലിൽ ദലപ്പുടം പോലെ മാറി ഞാൻ ഒരു നാൾ വൃഥാ നിഴലായി മറയൂ ഇവൾ പതറികയും ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലേ നീ നെടുവീർപ്പു പോലും ആസസ്മിതമാം നിദ്രയെ തൊടല്ലേ ചിറകാർന്നു നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും തൊടല്ലേ ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലേ സൂപ്പർ സൂപ്പർ സൂപ്പർ. അർച്ചന എന്തു ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. നല്ല ഫീലൊക്കെ കൊടുത്ത് നല്ല സ്ലോയില് എങ്ങനെ പാടി തോന്നി അർച്ചനക്ക്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ സ്റ്റാൻഡ് മൈക്കിലൊക്കെ ആദ്യമായിട്ടാ പാടുന്നത്. ഓക്കെ അതിന്റെ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ ചോദിക്കാം. ശരത് സാർ അർച്ചനെ സർ സുഖാണോ അർച്ചനെ? സുഖം. അത്ര സുഖമാണെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാമോ? ഇത് സിനിമ മൈ മദേഴ്സ് ലാപ്ടോപ്പ്. ആ. മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശ്രീവത്സൻ ജെ മേനോൻ സാറാണ്. എഴുതിയിട്ടുള്ളത് റഫീഖ് അഹമ്മദ് സാറാണ്. പാടിയിട്ടുള്ളത് കല്യാണി മേനോൻ മാം. ബ്യൂട്ടിഫുൾ സോങ്, ഉഗ്രം പാട്ട്. അത് ശ്രീവത്സന് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ സ്നേഹം ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് അണ്ണാച്ചിയാണ് എഴുതിയേക്കുന്നത്. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അത് അങ്ങനെ ഒരു മനുഷ്യൻ. കല്യാണി മേനോൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നെ മിക്കവാറും ദിവസങ്ങളിൽ വിളിക്കുമായിരുന്നു. ഈ കല്യാണി മേനോൻ ആരാന്നറിയാമോ?
ആക്ട്രസ് ആണ്. ഒരു സെലിബ്രിറ്റിയുടെ മദറാണ് അതെ, ഹ്യൂജ് സെലിബ്രിറ്റി. അർച്ചന ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതെ, നമ്മുടെ ഇവിടെ ഉള്ള ഒരു ലിറിസിസ്റ്റിൻ്റെ, മലയാളി ലിറിസിസ്റ്റിൻ്റെ 2 പേരുള്ള ഒരു ലിറിസിസ്റ്റിൻ്റെ പേരിൻ്റെ ആദ്യത്തെ പേരും ഈ മേനോനും കൂടെ ചേർത്താൽ മതി. രാജീവ് മേനോൻ. രാജീവ് മേനോൻ ലോക പ്രശസ്തനായിട്ടുള്ള ക്യാമറാമാനാണ്. പിന്നെ അദ്ദേഹം ഡയറക്ടറാണ്. മിൻസാരക്കാനൊക്കെ അതിൻ്റെയൊക്കെ ഡയറക്ടറാണ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഹരികൃഷ്ണൻസിലെ ഗുപ്തൻ. ബ്രില്യൻറ്റ്. കാര്യം ആ കണ്ടുകൊണ്ടേൻ ഇത് ചെയ്യാൻ ഒരു രാഗം പറഞ്ഞു കൊടുത്ത റഹ്മാനെ കൊണ്ട് ചെയ്യിച്ചത് രാജിമേനോനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര സംഗീതത്തെ അത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഈ ഒരു പാട്ടിലേക്ക് നമ്മൾ വന്നില്ല. നമ്മൾ ആ അമ്മയുടെ പുറകെ അങ്ങ് പോയി. പോട്ടെ. ഇപ്പം എന്തൊക്കെയായാലും കല്യാണി അമ്മ പാടിയ പാട്ടും ആയതുകൊണ്ട് കുറേ സന്തോഷം. പിന്നെ ഒരു വണ്ടർഫുൾ കോമ്പസിഷൻ, അത് പറയാതിരിക്കാൻ വയ്യ. ബ്യൂട്ടിഫുൾ, നന്നായിട്ട് പാടി, ബ്യൂട്ടിഫുള്ളായിട്ട് പാടി കേട്ടോ. ഇനി ഇങ്ങനൊക്കെ ഇരുന്ന് പാടിയാൽ മതി, അതായിരിക്കും നല്ലത്. ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല സാർ. എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഓടാനൊക്കെ തോന്നും. അല്ല, ഞാൻ പൊതുവെ പാടുമ്പോ അങ്ങനെ വല്ലപ്പോഴൊക്കെ കണ്ണു തുറന്ന് പാടാറുള്ളൂ. അപ്പൊ ഞാൻ കണ്ണിങ്ങനെ ഇടയ്ക്ക് തുറക്കുന്ന സമയത്ത് മൈക്ക് ഇവിടെ ഉണ്ടോ അതോ ഞാൻ ഇവിടെയാണോ? അതുകൊണ്ടാണോ സതീഷ് ഭായ് തുടക്കത്തിലെ പറഞ്ഞത് മൈക്ക് തൊടരുതെന്ന്, മൈക്കിൽ പിടിക്കുന്നുണ്ടെന്ന്? ഞാൻ അവിടെ പോയി ചോദിച്ചിരുന്നു, സ്റ്റാൻഡ് ഇല്ലാതെ കയ്യിൽ വെച്ച് പാടാൻ പറ്റുമോ? അതപ്പോ അൺപ്ലഗ്ഡിന്റെ ഒരു സ്വഭാവം മാറും. അത് ചീറ്റിപ്പോയി എന്തൊക്കെയായാലും. പോട്ടെ. അർച്ചനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, അതിന്റെ സോൾ അറിഞ്ഞ് പല ഏരിയയും വണ്ടർഫുൾ ആയിരുന്നു, സുഖമായിരുന്നു കേൾക്കാൻ. പിന്നെ എനിക്ക് ആ തുടല്ലേ നിർത്തിയത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? ഇപ്പൊ എന്റിലാണെങ്കിൽ എനിക്ക് അതിനൊരു സുഖം കിട്ടിയില്ല. ചിറകാർന്നു നീന്തും സ്വപ്നങ്ങളിലെ മൗനവും തുടല്ലേ. അതെന്താണ് അവസാനം? ഇപ്പോഴും അതിനൊരു ഒരു സുഖമില്ല. ദാരിരി ദേ തുടല്ലേ. ആ സംഗതി അല്ല, അതിനൊരു ആ ഋഷഭത്തിനും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ ബെറ്ററാണ്. അതൊന്ന് ശരിയായിക്കൊണ്ടാൽ മതി. ആ നെഞ്ചിൽ അത് എന്തായിരുന്നു അവിടെ ഒരാവശ്യമില്ലാത്തൊരു കൺഫ്യൂഷൻ. ഓപ്പണിങ് അതെന്തായിരുന്നു അർച്ചന? കൂളായിട്ട് ബാക്കിയുള്ളതൊക്കെ പാടാക്കി പിന്നെ അവിടെ എന്തോ ഒന്ന് കമോൺ എവരിബഡി. മതി 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 മതി. അതാ തുടക്കം മാത്രമാണ്. പിന്നെ ദലപുടം പോലെ മാറി ഞാൻ. മാറി റായാണ്. മാരി ഞാൻ എന്നാ കേട്ടത്. പിന്നെ അതുപോലെ തന്നെ മറയാം ഇവൾ അതറികിലും. അറികിലും. ഇത് രണ്ടും ടെലികാസ്റ്റിൽ കേട്ടു. അരികിലും എന്താണ് അരി അരി എന്നാ പാടിയേക്കുന്നത്. അറിയല്ലേ. അപ്പൊ അതുപോലെ തന്നെ മാറി എന്നുള്ള മാരി എന്നാ പാടിയേക്കുന്നത്. ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് കുറേ ഇഷ്ടമായി അർച്ചന പാടിയത് കേട്ടോ. അപ്പൊ ഇതുപോലെ മുമ്പോട്ട് പോവുക. അക്ഷരങ്ങളൊക്കെ കുറച്ച് വ്യക്തതയോടെ പറയാനുള്ള ശ്രമം നടത്തുക, അതങ്ങ് വന്നോളും. പിന്നെ അർച്ചനയ്ക്ക് ഒരു നല്ല സോൾഫുൾ ആയിരുന്നു പാടിയത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അർച്ചനക്കുട്ടി മാം, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ അതിന് മുകളിൽ ഇരുന്നിട്ട് തീരെ കംഫർട്ടബിൾ ആയില്ല എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. അതെ, നല്ല അവിടെ ഇരുന്ന് നല്ല സുഖമായി ഇരുന്ന് പാടുന്ന പോലെയാ തോന്നുന്നത്. ചുമ്മാ തോണ പറയാ. അടിപൊളിയായിരുന്നു പാടിയത്. സ്പെഷ്യലി അർച്ചനയുടെ ഒരു വോയിസിന് പറ്റിയ പോലത്തെ ഒരു പാട്ട്. നല്ല സെലക്ഷൻ, ശരിക്കും ഉഗ്രനായിട്ട് പാടുകയും ചെയ്തു. ഇതന്നെ സാറ് പറഞ്ഞ ആ പോയിന്റ്. എനിക്ക് ആ മാരി ചില സ്ഥലങ്ങളിൽ അതൊന്ന് ശ്രദ്ധിക്കണം, അക്ഷരം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ചരണത്തിൽ എനിക്ക് ആ ഒരു സെക്കൻഡ് ലൈനാണ് അവിടെ ഒരു എന്തോ ഒരു സ്ലിപ്പ് പോലെ തോന്നിയത്. അതാ അവള് വേറെ എന്തോണ്ടോ പാടിയത്. ഒന്ന് പാടോ മോള്. മിന്നുമി അതല്ലല്ലോ പാടിയത്. അതിവിടെ കാണാനില്ല. അതാ സംഭവം. എന്നെ പിടിക്കല്ലേ വരി തെറ്റിച്ചു. നീ ദൈവത്തെ ഓർത്ത് മിണ്ടരുത്. ഞാനത് കേട്ടു, പക്ഷെ എനിക്കറിയായിരുന്നു നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുപിടിച്ചു. എന്നാൽ അതൊന്ന് ശരിക്ക് പാടും മകളെ. പുലരി വെയിലേറ്റു മിന്നുമി ദലപുടം
അതൊക്കെ ഓക്കെ, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ലൈനാണ് എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. ഞാൻ ചേച്ചിക്ക് മനസ്സിലായി, പക്ഷെ ഷാനിക പൊക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല, അവിടെ കൃത്യമായിട്ട് ആ ഒരു അത് ഫീൽ ചെയ്യിപ്പിച്ചു, മറന്നത് തെറ്റി എന്നുള്ളത് ഫീൽ ചെയ്യിപ്പിച്ചു. അതല്ലായിരുന്നെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ആ ലൈറ്റിങ്സിൽ ആ മ്യൂസിക്, നമ്മുടെ ഓർക്കസ്ട്ര അൺപ്ലഗ്ഡ് സൂപ്പർ ആയിരുന്നു. അത് ഉഗ്രനായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതിലിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈനൊക്കെ പോയി, പക്ഷെ അതവിടെ ഫീൽ ചെയ്തു എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഇതെടുത്ത് നോക്കുന്നത്. എന്തായാലും മോളെ ഗുഡ് അഭിനയം, ബട്ട് പാളിപ്പോയി, കണ്ടുപിടിച്ചു. നന്നായി പാടി മോളെ. താങ്ക് യു. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. ഷാനിക അത് കണ്ടുപിടിച്ചതിന്റെ സന്തോഷം. അപ്പൊ അവള് പറഞ്ഞോ വരി തെറ്റിച്ചിട്ടുണ്ടെന്ന്? എന്നോട് വന്നപ്പോ അല്ല, എന്തോ പറ്റീന്ന് പറഞ്ഞായിരുന്നു. എന്തോ പറ്റിയെന്നാ? സത്യം പറയടി, നീ കിടന്ന് ഉരുളണ്ട. ഞാൻ സത്യം കള്ളം പറഞ്ഞ അവർക്ക് മനസ്സിലാവാ. അതെ പാറു, സത്യസന്ധമായി പറയൂ, എന്താണ് അവിടെ സംഭവിച്ചത്? നീ അറിഞ്ഞോ? ഞാൻ വരി തെറ്റി, പക്ഷെ നീ മിണ്ടരുതേ, നീ ചോദിക്കരുത്. ഞാൻ പറഞ്ഞു ശരിന്ന് അല്ല, പറഞ്ഞു. മനസ്സല്ലേ പാറു പറയണ്ട, അവിടുന്ന് പറഞ്ഞോളും ഞാൻ പറഞ്ഞു. പറഞ്ഞു. അതാണോ? ആയിട്ട് മിണ്ടണ്ട, അവിടെന്ന് പറഞ്ഞോട്ടേന്ന്. പക്ഷെ ഇനി എങ്ങാനും നിങ്ങൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടായിരുന്നല്ലോ. കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അത് തുറന്നു പറയായിരുന്നു അർച്ചന. ബട്ട് ബിരിയാണി വിളമ്പി ഒരാളിവിടെ അങ്ങനെ ചരിത്രം അങ്ങനെ ഉണ്ടായിട്ടില്ല. ചരിത്രം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ ജഡ്ജ്മെന്റും കഴിഞ്ഞ് മാർക്ക് പറയുന്ന നേരത്ത് സർ ബൈ ദ ബൈ ഒരു വരി ഞാൻ തെറ്റിച്ചായിരുന്നു. ഓഹോ, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഹനയാണെങ്കി പറഞ്ഞേനെ. അത് ഞാൻ ഒരു വരി തെറ്റിച്ചായിരുന്നു. അർച്ചന ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. പിന്നെ ശ്രീവത്സൻ ചേട്ടനെ പറ്റി എന്തായാലും പറയണേ. അവിടെ എനിക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ട് ഒരു ഉഗ്രൻ മ്യൂസീഷ്യനാണ്. പുള്ളിയുടെ വീട്ടിൽ ഞാൻ പോയിട്ട് ആ വീടിൻ്റെ ആംബിയൻസ് തന്നെ ഭയങ്കര രസമാണ്. തൃപ്പൂണിത്തുറയുള്ള പുള്ളിയുടെ വീട്ടിൽ അത് വേറൊരു പുപ്പുലി ഭയങ്കര കൺട്രോൾഡ് സിംഗിങ് ആയിരുന്നു അർച്ചന. എവിടെയും പാളിപ്പോവാതെ നല്ല കൺട്രോൾ. ഈ പറയുന്ന പോലെ റ ഇതിൻ്റെ ഒരു വ്യക്തത മാത്രമാണ് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഓഫ് കോഴ്സ് പുലരി എങ്ങോട്ടോ പോയി. എന്താണ് ഇവള് പറയുന്നത്? അത് കാരണം അത് മലയാളമാണോ എന്ന് പോലും ഒരു നിമിഷത്തേക്ക് ഞാൻ സംശയിച്ചു. കാരണം ഒരു പ്രത്യേക തരം ഗോത്ര ഭാഷയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. എവിടുന്ന് കൊണ്ടുവന്നോ ആവും. എന്തായിരുന്നു ഒന്നുകൂടെ ഓർമ്മയില്ല. പറഞ്ഞത് ഓർമ്മയില്ല. പുലരി മിന്നുമി എന്താണ് മിന്നിയെന്നുള്ളത് ദൈവത്തിനറിയാം. പക്ഷെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഉഗ്രനായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു. വൻ ഫീല്. അതായത് ഇത് എളുപ്പമല്ല ഈ പാട്ട് പാടാൻ. അത് അത്രയും കൺട്രോൾഡ് ആയിട്ട് എവിടെയും കൈവിട്ട് പോവാതെ ഇത്രയും ഫീൽ കൊടുത്ത് പാടണമെങ്കിൽ ഹാറ്റ്സ് ഓഫ്. വെരി ഗുഡ് കേട്ടോ. ഇനിയിപ്പം അടിച്ചുപൊളി പാട്ടുകളൊക്കെ വരുമ്പോഴും ഇതുപോലെ ഒരു ചെയറിട്ട് മൈക്കിട്ട് ഇരുത്തിയിട്ട് അവിടെ പാടിക്കാറുണ്ട്. നല്ല രസമുണ്ട് പാടിയത് കേൾക്കാൻ. താങ്ക് യു ഷാനിക. മാർക്സ് ചോദിക്കാം. ശരത് സാർ. അർച്ചനെ, ഇതൊക്കെ വരിയെല്ലാം തെറ്റിച്ചു. അതിപ്പോ ഞാൻ ഇപ്പോഴാണ് നമ്മുടെ ഈ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരുന്നതുകൊണ്ട് അത് നമ്മള് നോക്കി വിട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒരു നല്ല മാർക്ക് എഴുതി വെച്ചിരുന്നാടാ ഞാൻ. പോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പൊ ഇനി മാർക്ക് കുറയുന്നതിലൊന്നും കാര്യമില്ലടാ. അത് അതിലൊരു അർത്ഥവുമില്ല. 9.6. വരി അപ്പൊ തെറ്റിച്ചില്ലായിരുന്നെങ്കിലോ? അതെ, അപ്പോഴും ഈ മാർക്കേ ഉള്ളൂ. താങ്ക് യു ശരത് സാർ. ചേച്ചി അർച്ചന 9.5. താങ്ക് യു ചേച്ചി. താങ്ക് യു മാം. ഷാനിക. അർച്ചന താങ്ക് യു ഷാനിക. Okay, so total 19.1. Oh, good. Good. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. Superstar.